ഇപ്പോൾ നമ്മൾ കണ്ടത് മന്ത്രി എം.പി. രാജേഷ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാന റോഡിന്റെ ഉദ്ഘാടനം നടത്തുന്നതാണ്. കേരളത്തിലെ ഒരുവിധം റോഡുകളെല്ലാം തന്നെ ഇപ്പോൾ നല്ല ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. അത് ഈ കേരളത്തിലൂടെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് മഹാഭൂരിപക്ഷവും ഒരു 70% വരുന്ന റോഡുകളെല്ലാം തന്നെ നല്ല റോഡുകളായിട്ട് മാറിയിട്ടുണ്ട്. വളരെ അപൂർവമായി ചിലയിടത്തൊക്കെ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡുകൾ നമുക്ക് കാണാം. ഉൾനാട്ടിലൊക്കെ പോയാൽ അങ്ങനെയില്ലേ ഇങ്ങനെയില്ലേ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും വിമർശനം ഉന്നയിക്കാം. പക്ഷേ 10 വർഷത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചും പ്രളയവും ഇതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം കേരളത്തിലുണ്ടായ ഒരു വലിയ മാറ്റമുണ്ട്. ദൃഢനിശ്ചയമായി സർക്കാർ എടുത്തൊരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുവിധം റോഡുകളെല്ലാം നല്ല റോഡുകളാണ്. ഇപ്പോൾ പണ്ടൊക്കെ 1 മണിക്കൂറൊക്കെ എടുത്ത് യാത്ര ചെയ്തിരുന്ന അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ എടുത്ത് യാത്ര ചെയ്തിരുന്ന സ്ഥലത്തേക്കൊക്കെ ഇപ്പോൾ നേരെ പകുതി സമയം കൊണ്ട് നമുക്കിപ്പോൾ അത്തരം സ്ഥലങ്ങൾ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. വേഗത നമുക്ക് മനുഷ്യൻ്റെ യാത്രിക കാലത്ത് വളരെ അത്യാവശ്യമുള്ള കാര്യമുണ്ട്. പക്ഷെ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല കേട്ടോ. ഇതേ രാജേഷ് മന്ത്രി തന്നെ മറ്റൊരു റോഡ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. വളരെ ഹൃദയത്തിൽ തട്ടുന്ന വലിയൊരു നൊമ്പര കാഴ്ചയായിരുന്നു അത്. ഒരേ ഒരു വീട്ടിലേക്കായിട്ട് ഒരു റോഡ് നിർമ്മിച്ചു കൊടുക്കുക, അതും സർക്കാർ ചെലവിൽ അല്ലെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ ചെലവിലൊക്കെ ആയിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതിനൊരു വലിയ മനസ്സ് വേണം. കാരണം ആ കാഴ്ച കണ്ടാൽ തന്നെയാണ് നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുള്ളൂ. ഒരു സർക്കാരിന് എങ്ങനെയാണ് മനസ്സലിവുണ്ടാകുന്നത്, എങ്ങനെയാണ് ഇത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ കാഴ്ചകൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതിനെയും വിമർശിക്കുന്നവരുണ്ടാവുക കേട്ടോ. ഇതിലും രാഷ്ട്രീയം കാണുന്നവരുണ്ടാവും, ചിലപ്പോൾ കുറ്റം പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അഴിമതി കാണുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടി ചെയ്യുന്ന നാടകമാണെന്ന് പറയുന്നവരുണ്ടാവും. അതെന്തായാലും ശരി, ഇത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വലിയൊരു മനസ്സുള്ളവർക്ക് മാത്രമേ ഒരു വീട്ടിലേക്കാണെങ്കിലും ആ കുഞ്ഞിന് ആ വീട്ടിലേക്ക് പോകാനായിട്ടൊരു വഴിയില്ലാത്തിടത്തേക്ക് ഒരു വഴി ഉണ്ടാക്കി കൊടുത്ത ആരായിരുന്നാലും ശരി, അവരെ അകമടിഞ്ഞ് നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ. ആ വലിയ മനസ്സിൻ്റെ മുമ്പിൽ നമുക്ക് ശിരസ് കുനിച്ചേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല. പല കോടികൾ ചെലവഴിച്ച ദേശീയപാതയേക്കാൾ വില വരും ഈ കൊച്ചു റോഡിന് എന്നുള്ള കാര്യം ഇത് കണ്ടാലാണ് നമുക്ക് ബോധ്യം വരിക. നന്ദി, നമസ്കാരം. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. നിരവധി റോഡുകൾ, അതിലേറ്റവും സന്തോഷമുള്ള റോഡാണ് ഈ കുണ്ടയം കനാൽ റോഡ്. കാരണം എന്താണെന്നറിയാം? അതിന്റെ കാരണം ഈ പിതാ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിലേക്ക് റോഡ് വേണമെന്നുള്ള ആവശ്യം ഇവരെന്നെ കണ്ടിരുന്നു. അന്ന് എനിക്കൊരു ഉറപ്പാണ്. റോഡ് മറ്റു വലിയ റോഡുകളൊക്കെ ആയിട്ട് താരതമ്യത്തിന്റെ ചെറിയ റോഡായിരുന്നു. പക്ഷെ അവർക്കന്ന് കൊടുത്ത ഒരു ഉറപ്പ് പാലിക്കാൻ പറ്റിയതിലുള്ള അതിയായ സന്തോഷം എനിക്കുണ്ട്. ആ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.